നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് എനിക്കിത്തിരി സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. ഹലോ, കുറേ നാളായിട്ട് ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ല. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് ചെയ്ത് കളയാൻ കേട്ടോ. അപ്പം മിന്നൂട്ടിക്കൊന്ന് സ്കൂളിൽ പോകാത്തതുകൊണ്ട് രണ്ടാളും ലേറ്റ് ആയിട്ടാണ് എണീറ്റൊക്കെ വന്നത് കേട്ടോ. വന്നുടനെ വെറുതെ എന്നെ കെട്ടിപ്പിടിച്ച രണ്ട് ഉമ്മയൊക്കെ അങ്ങ് വന്ന്. അമ്മാമ്മ അമരയ്ക്ക് വിഴുക്കിനുള്ളത് അരിയുമായിരുന്നു കേട്ടോ. അമ്മാമ്മ നമുക്ക് മുമ്പ് എണീറ്റിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടായിരുന്നേ. ഈ അടുപ്പിലിരിക്കുന്ന മുള നമ്മൾ വർക്ക് ചെയ്തതിന്റെ ബാക്കി പീസുകളുണ്ട്. അല്ല, വിളക്ക് പോലെ കത്തുന്നുണ്ട്, വിറവ് കത്തുന്നതിനേക്കാളും കൊള്ളാം. പിന്നെ അണ്ണനും പിള്ളേർക്കും ഫുഡൊക്കെ കൊടുത്തേട്ടാ. മിന്നൂട്ടിയുടെ TV ഒക്കെ കണ്ട് അതിൽ മുഴുകി ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. സത്യത്തിൽ അവൾ ഇങ്ങനെ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അപ്പോഴേ അവൾ അറിയാതെ ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ് കേട്ടോ. പുള്ളിക്കാരി ഇതൊന്നും അറിയുന്നില്ല. സുഖമില്ലായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോവാതെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. പഴങ്കഞ്ഞി നല്ല അച്ചാറും തൈരും ഒക്കെ ഇട്ട് കലക്കി കുടിക്കുക, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കില്ലേ. പിന്നെ നെത്തോലി മീനായിരുന്നു കേട്ടോ. മീനൊക്കെ അമ്മാമ്മക്ക് ഞാൻ ഉള്ളി കൊടുത്ത് മിക്സിയിലൊക്കെ അടിച്ചു കൊടുക്കും. അപ്പോഴേക്കും അമ്മാമ്മ കറികളും എല്ലാം അങ്ങ് റെഡിയാക്കും കേട്ടോ. നല്ല ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് കഴിയും. അങ്ങനെ തോരനും മെഴുക്കുവരട്ടി മീൻകറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചോറൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കൊടുക്കാനാണ്. എന്റെ വല്യമ്മയുടെ അമ്മയാണ് കേട്ടോ ഈ അമ്മാമ്മയെന്ന് ഞാൻ പറയുന്നത്, എന്റെ സ്വന്തം അമ്മാമ്മയല്ല. അപ്പോഴ് കുറച്ച് പേര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു, ചേച്ചി അമ്മാമ്മ വല്യമ്മയുടെ അമ്മ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അമ്മാമ്മയാണല്ലോ. അതാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നത്. എന്റെ വല്യച്ഛന്റെ വൈഫ്, അതെന്റെ വല്യമ്മയാണല്ലോ. അപ്പൊ വല്യമ്മയുടെ അമ്മയാണ് കേട്ടോ. അപ്പൊ മിന്നൂട്ടിരിക്കുന്ന സ്കൂളിൽ അവൾക്ക് ID കാർഡിന്റെ ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവളെ യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആക്കിയിട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ നമുക്ക് സ്കൂളിൽ മാത്രമല്ല പോകാനുള്ളത്, ഹോസ്പിറ്റലിലേക്കും പോകണം. വല്യമ്മ ചെറിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കേട്ടോ. അപ്പൊ അവർക്ക് ചോറ് കൊണ്ടു കൊടുക്കാനാണ് ഞങ്ങൾ പോണത്. എന്റെ അമ്മയാണ് വല്യമ്മയുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ രണ്ടാൾക്ക് നമ്മൾ തന്നെ ഇവിടുന്ന് ചോറ് കൊണ്ട് കൊടുക്കും. നമുക്ക് ഇവിടെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനും കൂടിയാണ് ഞാൻ റെഡി ആവുന്നത് കേട്ടോ. കുറെ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അമ്മയെ കാണാനില്ലല്ലോ എന്ന്. അമ്മ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസിലൊന്നും അമ്മയെ കാണാത്തത് കേട്ടോ. അപ്പൊ അവര് വന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി അമ്മയിലുള്ള വീഡിയോ ഒക്കെ കാണാം. അപ്പോഴേ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് എനിക്ക്. നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് എനിക്കിത്തിരി സന്തോഷം ഉള്ളൊരു ദിവസമാണ്. കാരണം എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് റവന്യൂ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ റവന്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് മോണിറ്റൈസേഷൻ ആവാനൊക്കെ നമുക്ക് ഒരുപാട് താമസം വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ലേറ്റായാണ് ആയത്. എങ്കിലും നമുക്ക് നമുക്ക് ആ ഒരു ഇൻകം കിട്ടുന്നു എന്ന് പറയണത് എത്ര ആയാലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് ആദ്യം റവന്യൂ കിട്ടിയപ്പോഴും ഞാനിങ്ങനെ വീഡിയോ ചെയ്തിരുന്നു. അതും എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം എന്നെ കൊണ്ടും ഒക്കെ ഇങ്ങനെ സാധിക്കുന്നല്ലോ എന്ന്. ഇതുപോലെ തന്നെ നമുക്ക് എനിക്കെന്നല്ല, എന്നെ പോലെയുള്ള എല്ലാ പേർക്കും നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമുക്കുള്ള കഴിവുകളായാലും എന്തൊക്കെയായാലും നമുക്ക് അവിടെ നമുക്ക് ചെയ്യാനും അതിലൂടെ നമുക്കൊരു ഇൻകം കിട്ടുവാണെങ്കിൽ നമുക്കത് ഒരുപാട് നമുക്കത് വല്ലാത്തൊരു ഇത് തന്നെയാണ്, ഒരു വല്ലാത്ത ക്രെഡിറ്റ് ആണ് നമുക്ക്, എന്തോ ഒരു അഭിമാന നിമിഷം എന്നൊക്കെ തന്നെ പറയാം. അപ്പം അതും കൂടി എനിക്ക് ആ ഒരു പൈസ വന്നതും കൂടി ആ ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാനായിട്ടും കൂടിയാണ് കേട്ടോ ഞാനിന്ന് ആ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അത് പറയണം എന്ന് ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ റെഡി ആയത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അമ്മയല്ല, എൻ്റെ വല്യമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം അവർക്ക് ചോറും കൂടിയൊക്കെ കൊണ്ട് കൊടുക്കാനുണ്ട്. അപ്പം ഇങ്ങോട്ട് സ്കൂളിലും കൂടെ പോയിട്ട് അവിടെ നമ്മൾ ഹോസ്പിറ്റലിലും പോയിട്ട് പിന്നെ എനിക്കും ചെറിയൊരു സ്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റെഡി ആയത്. എന്നാൽ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കെട്ടിയെടുത്ത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ മിന്നൂട്ടിനെ ആദ്യമേ നമ്മൾ സ്കൂളിലോട്ടാണ് പോയത്. ഇത് കണ്ടില്ലേ, മിന്നൂട്ടിനെ അവിടെ ID കാർഡിന്റെ ഫോട്ടോ എടുപ്പാണ് കേട്ടോ. അപ്പം സ്റ്റഡി ആയിട്ടൊക്കെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ID കാർഡ് കിട്ടുമ്പോൾ അറിയാം എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഇവൾ നോക്കുന്നുണ്ടായിരുന്നു. KG കുട്ടികളെ ഫോട്ടോ എടുപ്പൊക്കെ രാവിലെ കഴിഞ്ഞതാണ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് എത്തിയത്. എന്നാലും ചെന്നപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഞങ്ങളെ കണ്ടതും എവിടെന്നോ അവിടെന്നോ ഇവിടെന്നോ ഒക്കെ വിളിയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ അടുത്തേക്ക് ഓടി വന്ന്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് ചോറ് കൊണ്ട് കൊടുക്കാനാണ് കേട്ടോ. ചെറിയങ്കിഴ് താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അവിടെ ചെന്നിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു, നമ്മൾ താഴെ ഇരിപ്പുണ്ടമ്മ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരെ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. പിന്നെ അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും അമ്മ അടുത്തുള്ളതല്ലേ. അങ്ങനെ കുറച്ചേരം ഇരുന്നപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങി വന്ന്. അപ്പം അണ്ണൻ പറഞ്ഞായിരുന്നു അമ്മ ദോ വരുന്നുണ്ടെന്ന്. അപ്പം എനിക്ക് മാത്രമല്ല മിന്നൂട്ടിക്ക് ഋതുക്കുട്ടനും അമ്മാമ്മയെന്ന് പറഞ്ഞ അമ്മാമ്മ ജീവനാണ്. എന്നെക്കാളും വർഷേമേനേക്കാളും ഇഷ്ടം അമ്മാമ്മേനെയാണ്. അതുകൊണ്ട് അവർക്കും ഭയങ്കര വിഷമമാണ് അമ്മാമ്മ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ അമ്മ വന്നുടനെ
തന്നെ മക്കളേനെ കേട്ടാ പിടിക്കുന്നത്. അവർക്കും ഭയങ്കര വിഷമമാണ്. കാരണം എപ്പോഴും കൊച്ചുങ്ങളടുത്തല്ലേ നിൽക്കുന്നത്. എപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കും, കൊച്ചുങ്ങൾ അവൾ മുന്നേ സ്കൂളിൽ പോയാ, എന്തോന്ന് ചെയ്യുന്നു. സത്യത്തിൽ ഇതുപോലുള്ളൊരു സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് ഓരോരുത്തരുടെ എത്ര സ്നേഹം ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നതല്ലേ. അപ്പം അമ്മ ഈ ചോറൊക്കെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ ലാബിലേക്ക് പോവേണ്ടതുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു സ്കാനിങ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാനാണ്. അപ്പം ഞാനിവിടെ ഗിരിജ ലാബിലാട്ടോ വന്നത്. വലിയ കടയിൽ തന്നെയുള്ള ഗിരിജ ലാബിലാണ് വന്നത്. അപ്പം ഉച്ചയ്ക്ക് ഒരു 1:30 അപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരുപാട് നേരം ഇരുന്നു കേട്ടോ. ഏകദേശം അവിടെ ഇരുന്ന മിക്ക ആളുകളെയും വിളിച്ചിട്ടാണ് എന്നെ വിളിച്ചത് കേട്ടോ. അപ്പോൾ ഈ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം അണ്ണൻ പറഞ്ഞു ഇനി ആ റിപ്പോർട്ട് വന്നിട്ട് ഒരു മനസ്സമാധാനം ഉള്ളൂ. ചിരിച്ചുകൊണ്ട് വരുന്നത് കണ്ട് അണ്ണൻ വീഡിയോ എടുത്തതാണ്. അപ്പോഴേ മനസ്സിലായി കുഴപ്പമൊന്നുമില്ലാന്ന്. കുഴപ്പമില്ല, ഓൾ ഫൈൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് നല്ല വിശന്നാണ് വന്നത്. നല്ല സൂപ്പർ. വിശന്നിരിക്കുമ്പോൾ പച്ചവെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. വന്ന പാടെ 2 പാത്രം ചോറങ്ങ് തിന്നു. ഞാനും അണ്ണനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇത്രയും നേരം പാവ അമ്മാമ്മ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നേ. പിന്നെ നമ്മൾ നേരെ ATM പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ആ ഒരു റവന്യൂ കിട്ടിയിട്ടുണ്ടെന്ന്. അതെടുക്കാനായിട്ട് ഞാൻ പോയതാണ് കേട്ടോ. അപ്പൊ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ലേറ്റ് ആയിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആയത്. എന്നാലും നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് മാത്രം എന്ത് ഇങ്ങനെ ഇതാവാത്തത് എന്നുള്ള ഒരു ടെൻഷനും വിഷമമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ആ ഒരു ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ, ആ ഒരു പൈസ എനിക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അഭിമാനവും ഒരു അല്ലാത്ത സന്തോഷവുമുണ്ട്. അപ്പോൾ എനിക്കുള്ള ആ ഒരു നന്ദിയും കടപ്പാട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുവാണ് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ കുറേ നാളുകൊണ്ട് മോമോസ് കഴിക്കണമെന്ന് അണ്ണൻ്റെ അടുത്ത് പറയുവാണ് കേട്ടോ. മോമോസും പിസയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം അണ്ണൻ പറഞ്ഞ് എന്തായാലും ഇന്ന് മോമോസ് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ഞങ്ങളത് ഇവിടെ വന്നതാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ നല്ല പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇവിടെ വന്നത്. ഗൈസ്, ഞാൻ മോമോസ് കഴിക്കാൻ വന്നതാണ്. ഫസ്റ്റ് ടൈമാണ്, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മളിവിടെ വന്നാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മോമോസും ബർഗറും. ഇതുപോലെ കഴിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ റീലിലൊക്കെ കണ്ടിട്ടാണ് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അണ്ണൻ പറഞ്ഞ് എന്തായാലും വാങ്ങിച്ചു കളയാം. ഇത് കറക്റ്റായിട്ട് എങ്ങനെ പിടിച്ചെടുക്കുമെന്ന് കൺഫ്യൂഷൻ. കാരണം ഞാൻ അണ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ കാരണം ഇത് നിൽക്കുന്നില്ല. ഞാൻ എടുക്കുമ്പോൾ അകത്തുള്ള ഫില്ലിങ്സ് എല്ലാം ഇങ്ങനെ ഇറങ്ങി പോവരുന്നിട്ട്. പിന്നെ ഒരുവിധം ഞാൻ അത് കൈ വെച്ചൊക്കെ ഒന്ന് പ്രസ് ചെയ്ത്. അപ്പോൾ അണ്ണൻ പിടിച്ചപ്പോൾ കറക്റ്റായിട്ട് ഹോൾഡായി നിന്ന്. എൻ്റെ കൈ ചെറുതായതുകൊണ്ടാണോ കൊണ്ട് ഇളകി പോകണണ്ട. എന്തായാലും ഒരുവിധം ഞാനത് കടിച്ചു കേട്ടോ. എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ബർഗർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഗ്രീൻ അതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അണ്ണൻ പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മോമോസ് ഡേ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ബർഗർ ഒരുവിധം ആക്കിയിട്ട് മോമോസ് പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും അണ്ണൻ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടനും മിന്നൂട്ടി ബർഗർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നേ. അവരും അങ്ങനെ കഴിച്ചു. അങ്ങനെ മോമോസ് ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് വലിയ വെളുത്തുള്ളി പോലെ ഇരിക്കുന്ന മോമോസ് ആയിരിക്കുമെന്ന്. എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ അത്യാവശ്യം കൊള്ളാം എന്ന് പറയാം കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ വേറെന്തോ പ്രതീക്ഷിച്ചാണ് സത്യത്തിൽ വന്നത്. അപ്പോഴേ അണ്ണൻ പറഞ്ഞായിരുന്നു നിനക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കുമെന്ന്. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. മോമോസ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചങ്ങ് കഴിച്ചു. ചിക്കനെ മാത്രം ക്ലീനാക്കി ചെയ്തു. എന്തിനാണ് ഇതാണ് ഇഷ്ടപ്പെടാത്തത്? ബാക്കി സാധനങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി തന്നെ ഇവിടെ വയലാണ്. അപ്പുറമൊക്കെ വയൽ പൂട്ടി ആ ഒരു വെള്ളവും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പകൽ സമയത്തെ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഞാൻ ഞങ്ങളുടെ പ്രകൃതി ഭംഗി നിങ്ങളെ കൂടെ കാണിച്ചു. അത്രയേ ഉള്ളൂ. ടാറ്റാ.